നമ്മൾ ഗ്രേ സ്ട്രിപ്പും ബ്ലാക്കും കൂടി ഗം വെച്ച് ഒട്ടിച്ചു. ഇനി അതിനെ നമുക്ക് ടൂൾ വെച്ച് ചുറ്റിയെടുക്കാം. ടൈറ്റായിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്. നമ്മൾ ഭാവന ചെയ്യുന്നതനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും നമുക്ക് അതിനോട് യോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്ത് ചുറ്റിയെടുക്കാം. മൾട്ടി കളറായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ 2 കളർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഗം വെച്ച് നമുക്കതിനെ ഒട്ടിക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ചുമക്കാട് ഷേപ്പ് ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കും. അതിൻ്റെ മോൾഡിൽ വെച്ച് ഷേപ്പ് ചെയ്യാം. ഷേപ്പായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് അതിനകത്ത് ഗമ്മിട്ട് നല്ലപോലെ തേക്കുക. ഇതിൻ്റെ ചുറ്റെല്ലാം നല്ലപോലെ ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗമ്മകത്ത് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ അത് കുറച്ച് സമയം നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. നമ്മളത് ഉണങ്ങി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റഡ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു സ്ട്രിപ്പിൻ്റെ 1/3 ഭാഗം നമുക്ക് എടുത്താൽ മതി. ചെറിയ ജിമിക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റഡും ചെറുതും മതി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സ്ട്രിപ്പിൻ്റെ 1/3 ഭാഗം എടുക്കുക. അപ്പം 2 കളറായിട്ട് നമ്മൾ എടുക്കേണ്ടതുകൊണ്ട് ഒരു ബ്ലാക്കും ഒരു ഗ്രേയും കൂടി കൂട്ടി ഒട്ടിക്കുക. ഇനി അതിനെ നമുക്ക് ചുറ്റിയെടുക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒട്ടിക്കുക. ലെവലിൽ വെച്ച് ഒട്ടിക്കുക. അത് ഒട്ടുന്നവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. നമ്മൾ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിനെ നമുക്ക് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ എൻഡ് നമുക്ക് ഗം വെച്ച് ഒട്ടിക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് സ്റ്റഡ് ഉറപ്പിക്കാം. അതിനായിട്ട് തയ്യാറാക്കിയതിൻ്റെ മുകളിലേക്ക് ഒരു ഗം വെക്കുക. അതിലേക്കൊരു സ്റ്റഡ് നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ടത് ഉണങ്ങാനായിട്ട് വെക്കണം. ജുമുക്ക ഇനി നമുക്ക് ഉണങ്ങിയിട്ടുണ്ട്. അത് ഇനി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ഒരു പേള് കൂടി ഒരു ഐപ്പിന്നിൽ റെഡിയാക്കിയിട്ടുണ്ട് വയറിൽ. അത് ഐപ്പിന്നിൻ്റെ ചൂടിലേക്ക് കൊളുത്തി പിടിപ്പിക്കുക.
ചുറ്റിക്കെട്ടുക. ചുറ്റിക്കെട്ടി കഴിഞ്ഞു. അതിനി നമുക്ക് ജുംക്കയുടെ അകത്തുകൂടി കയറ്റിവിടാം. അപ്പോൾ അതിൻ്റെ അതിലേക്ക് വെള്ളിക്കൊരു ചെറിയ പേള് ഇടുക. അതിന് ശേഷം എൻ്റെ കൊളുത്തായിട്ട് വളച്ചെടുക്കുക. അതിന് നമ്മളൊരു റിങ് ഘടിപ്പിക്കും. ഇനി ജിമിക്കയിൽ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഗം ചുറ്റും തേച്ച് പിടിപ്പിക്കും. ജിമിക്കയുടെ അടിവശത്തായിട്ട് വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്. നമുക്കതിന് സ്റ്റോണ് അതിലേക്ക് ഒട്ടിക്കുക. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള നിറത്തിലുള്ള സ്റ്റോണും ഇഷ്ടമുള്ള സ്ട്രിപ്പും ഒക്കെ ഉപയോഗിച്ച് പല ഡിസൈനും ചെയ്യാവുന്നതാണ്. നമ്മുടെ ചെറിയ ജിംക തയ്യാറായി കഴിഞ്ഞു. അകത്ത് പേളും കൂടി പിടിപ്പിച്ചതാണ്. വളരെ ചെറിയ ജിമുക്കാണ്. അപ്പോൾ നമ്മുടെ ജിമുക്ക റെഡിയാക്കിയാണ്. അതിൻ്റെ സ്റ്റഡും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ സ്റ്റഡിൽ നമുക്ക് ഒരു സ്റ്റോണും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിമുക്ക റെഡിയായി കഴിഞ്ഞു. ജിമുക്ക റെഡിയായി കഴിഞ്ഞു.